കേരളത്തിലെ ബി ജെ പിക്ക് വേണ്ടി വിറക് കീറാനും വെള്ളം കോരാനും നടക്കുന്ന നേതാക്കന്മാരുടെ അവസ്ഥ എത്ര പരിതാപകരമാണ്. തല്ലുകൊള്ളാൻ ചെണ്ടയും പണം വാങ്ങിക്കാൻ മാരാരും എന്ന് പറയുന്നത് പോലെ കൊടി പിടിക്കാനും തോരണം കെട്ടാനും വെയിൽ കൊള്ളാനെല്ലാം ഉള്ളത് പാവപ്പെട്ട കുറേ നേതാക്കന്മാർ. അവർക്കിവിടെ എന്തെങ്കിലുമൊക്കെ പാർട്ടിയുടെ സ്ഥാനമാനങ്ങൾ കൊടുക്കും. എന്നാൽ പ്രധാനപ്പെട്ട പദവികൾ വന്നാൽ ആരാണ്? ഒന്നുകിൽ RSSകാർ, അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇതിലേക്ക് മറുകണ്ഠം ചാടി വന്നവർ. അല്ലാതെ കാലാകാലങ്ങളായിട്ട് ബി ജെ പിയെ വളർത്താൻ എന്ന പേരിൽ ഇവിടെ നടന്ന ഏതെങ്കിലും നേതാക്കന്മാരെ വിരളിലെണ്ണാവുന്ന 2-3 പേരെ ഒന്ന് മാറ്റി നിർത്താം. അതായത് കേന്ദ്ര സഹവാഴയായി മാറിക്കഴിഞ്ഞ വി മുരളീധരൻ, 2 ഗവർണർമാരായിട്ടുള്ള കുമ്മനം രാജശേഖരൻ 2 വർഷത്തിനകത്ത് പൊടിയും തട്ടി തിരിച്ചു വരേണ്ടി വന്നു. ശ്രീധരൻ പിള്ള, മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ. ഈ 4 പേരെ അങ്ങ് മാറ്റി നിർത്തിയാൽ 4 പേര് ചേർന്നതല്ലല്ലോ ബി ജെ പി. ബാക്കി എത്ര തലമുറയിലെ എത്ര നേതാക്കന്മാർ, പലരും യൂത്ത് മൂത്തതായി പരിപാടി അവസാനിപ്പിക്കാറായിട്ട് പോലും പേരിന് ഒരു പദവി ഇതുവരെ കൊടുത്തിട്ടില്ല. നാണം കെട്ട അവസ്ഥ തന്നെ. അതായത് ഇപ്പോൾ തന്നെ സംഘടന ഒന്ന് അഴിച്ചു പണിഞ്ഞു. സംഘടന അഴിച്ചു പണിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ഒരു പിന്നോക്കക്കാരൻ OBC എന്നുള്ള നിലയ്ക്ക് സുരേന്ദ്രനെ ഇരുത്തിയിട്ട് പിന്നോക്ക പാർട്ടിയാണ് എന്ന് വരുത്താൻ ശ്രമിച്ചതിന് ശേഷം അതുകൊണ്ട് ഉപയോഗമില്ല, ഇനി പഴയ രാജപരമ്പര തന്ത്രം തന്നെ കളിക്കാമെന്നുള്ള നിലയ്ക്ക് കമ്മിറ്റി മുഴുവൻ പുട്ടിന് പീരയിടുന്നത് പോലെ സവർണരെ, പ്രത്യേകിച്ച് നായന്മാരെ കുത്തി നിറച്ചതിന് ശേഷം അവിടെ പി സുധീറും പിന്നെ കോൺഗ്രസ് നിന്ന് ചാടി വന്ന 2-3 പേർക്ക് പദവികൾ കൊടുത്തത് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള നേതാക്കന്മാരൊക്കെ ഇവിടെ കിടന്ന് വെയിൽ കൊള്ളാനും മാധ്യമങ്ങളിലൂടെ ഡയലോഗ് അടിക്കാനും സമരം ചെയ്യാനും മാത്രം വേണ്ടി വിധിക്കപ്പെട്ടവരാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സദാനന്ദൻ എന്ന RSS നേതാവിന് ഏറ്റവും ഒടുവിൽ സ്ഥാനലബ്ധി കൊടുക്കുമ്പോൾ ഇവിടത്തെ വനിതാ രത്നമായിട്ടുള്ള ശോഭാ സുരേന്ദ്രന് ഇതുവരെ ഒരു ചുക്കും കിട്ടിയിട്ടില്ല. MD രമേശിന് ഒരു ചുക്കും കിട്ടിയിട്ടില്ല. AN രാധാകൃഷ്ണന് ഒരു ചുക്കും കിട്ടിയിട്ടില്ല. PK കൃഷ്ണദാസ് തുടങ്ങി ആ പട്ടിക ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആക്കി മാറ്റിയിരിക്കുന്ന ഒട്ടകം ഗോപാലകൃഷ്ണൻ ഇത്രയും കാലം ഒരു പണിയില്ലായിരുന്നു. നാട്ടിലെ ചാനലുകളിൽ മുഴുവൻ ചെന്ന് ആൾക്കാരുടെ വായിരിക്കുന്ന മുഴുവൻ കേൾക്കുന്നതിന് പോലും ഒരു MP സ്ഥാനം അർഹിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ത് പറയാൻ, കേരളത്തിലെ മണ്ഡലങ്ങളിൽ നിന്ന് ഇവർ ഒരു കാലഘട്ടത്തിലും വിജയിക്കാനും പോകുന്നില്ല. ഇവർക്ക് എന്നാൽ നേരിട്ട് സുരേഷ് ഗോപിക്കൊക്കെ കൊടുക്കുന്നത് പോലെ ഏതെങ്കിലും വഴി പിൻവാതിലൂടെ അകത്ത് കയറിയാൽ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കുമെന്ന് വെച്ചാൽ ജമ്മത്ത് നടക്കാൻ പോണ കേസുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ആയില്ലെങ്കിലും നേതാക്കന്മാരുടെയൊക്കെ ഇന്നത്തെ സാമ്പത്തിക ശേഷി ആ അണികൾ ഇടയ്ക്കിടയ്ക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷക്കാരെ മാത്രം ഓഡിറ്റ് ചെയ്യാണല്ലോ ജോലി. ഇവർക്ക് എത്ര കോടി വേണമോ ഫണ്ട് വെട്ടിച്ച് കൊണ്ടുപോകാം, ആരും ചോദിക്കാനും പറയാനും ഇല്ല. അതുകൊണ്ട് BJP നേതാക്കന്മാർക്കെല്ലാം ഒരു വാർഡ് മെമ്പർ പോലും ആകാതെ ഇത്രയും കോടിക്കണക്കിന് സമ്പാദ്യം വന്നത് എങ്ങനെയെന്ന് അണികൾ ആലോചിക്കുക. നിങ്ങളെ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്ത് അവരുടെ ജീവിതങ്ങൾ സേഫ് ആക്കുന്നു എന്നതിൻ്റെ തെളിവാണ് അവരുടെ കുടുംബങ്ങളിലെ എല്ലാവരുടെയും ഇന്നത്തെ സാഹചര്യം. കാര്യം പലരും ഈ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ സവർണരാണ് എന്നുള്ള പേരുകൾക്കപ്പുറം മറ്റൊരു യോഗ്യതയില്ലായിരുന്നു. പക്ഷെ ഇന്ന് നോക്കുമ്പോൾ വലിയ വീടായി, കാറായി, കോടിക്കണക്കിന് രൂപ നിക്ഷേപമായി, ഇങ്ങനെയൊക്കെ അവർ സമ്പാദിച്ചു കൂട്ടുന്നത് വേറെ. അപ്പോൾ എന്തായാലും അവർക്ക് തന്നെ സ്വന്തമായിട്ട് അറിയാം, നമുക്കൊരു കാലഘട്ടത്തിൽ ഈ പാർട്ടിയിൽ നിന്നൊരു പദവിയൊന്നും പ്രതീക്ഷിക്കേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പാർട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ സ്വന്തം നിലയ്ക്ക് വിറ്റ് ജീവിക്കാമെന്നുള്ളതാണ്. അതാണ് മനംമെടുത്ത നേതാക്കന്മാർ ചെയ്യുന്നത്. എന്തായാലും കേരളത്തിൽ അധികാരം പിടിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു കാര്യം മാത്രം പറയേണ്ടത്, നമ്മുടെ നാട്ടിലെ ഈ അവസാനത്തെ കാവിലെ പാട്ട് മത്സരമാണ് വരാനിരിക്കുന്നത്. ഇതിലും കൂടി പരാജയപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ BJP നേതാക്കന്മാരുടെ അവസ്ഥ നോക്കിയേ. കേന്ദ്രത്തിലുള്ളവർ ഇപ്പോഴേ പറയുന്നു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവരാണ്. അതുകൊണ്ടാണ് കർണാടകയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് സംസ്ഥാന പ്രസിഡന്റ് ആക്കിയത്. ഈ നാട്ടിലുള്ള ഒരുത്തനെ അത് ആക്കാനും കൊള്ളില്ല എന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ആ നേതാക്കന്മാർ ഇത്രയും അവഗണന കിട്ടിയിട്ടും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കാനും തങ്ങളോടൊപ്പം വെയിൽ കൊള്ളാൻ വരാത്തവരെല്ലാം അധികാര സ്ഥാനമാനങ്ങളിലേക്ക് പോകുമ്പോൾ നാണം കെട്ട് അവരുടെ പുറകിൽ നടക്കാനുള്ള ആ തൊലിക്കെട്ടി നമ്മൾ സമ്മതിച്ചു കൊടുത്തേ മതിയാകൂ.